നമ്മളിപ്പോ നിൽക്കുന്നത് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ? നമ്മളിപ്പോ നിൽക്കുന്നത് അതിന്റെ എല്ലാം കൂടെ ഒരു നടുക്കായിട്ടെന്ന് പറയാം. അതായത് കേരളത്തിലും അല്ല തമിഴ്നാട്ടിലും അല്ല, ജസ്റ്റ് കേരളത്തിൽ നിന്നൊരു കുറച്ച് കിലോമീറ്റർ മാത്രം മുന്നോട്ട് മാറിയിട്ട് വാളയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതെ, വാളയാർ പരമേശ്വരത്തിന്റെ വാളയാർ. അപ്പൊ ഈ വാളയാർ എന്ന് പറയുന്ന സ്ഥലത്ത് സാറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പസ് ഉണ്ട്. അതായത് ഇപ്പൊ നാട്ടിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, അത് തമിഴ്നാട്ടിൽ പോയി പഠിക്കാൻ വയ്യ, എന്നാൽ തന്നെ കേരളത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കോളേജിൽ പഠിക്കണം എന്നുള്ളത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോളേജാണ് സാറ്റ്സ് എന്ന് പറയുന്ന കോളേജ്. നിങ്ങൾക്ക് വീക്കെൻഡിൽ ഒന്ന് കേരളം വരെ പോയിട്ട് വരണമെങ്കിൽ പോയിട്ട് വരാം അല്ലേ? എന്നാൽ തമിഴ്നാട് കോയമ്പത്തൂരൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അവിടെയും പോവാം. അതെ, അപ്പൊ അങ്ങനെ ഒരു ക്യാമ്പസ് ആണ് ഇത്. അപ്പൊ ഇവിടെ ഏതൊക്കെ കോഴ്സ് ഉള്ളത് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സ് ഉള്ളത് പറഞ്ഞോളൂ. ഇവിടെ കുറെ കോഴ്സസ് അവൈലബിൾ ആണ്. മെയിൻ ആയിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ BBA, അതുപോലെ BCA, പിന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അതുപോലെ നമുക്ക് ആർക്കിടെക്ട് വരുന്നുണ്ട്, BArch വരുന്നുണ്ട്, അതുപോലെ MArch വരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ BSc മൈക്രോബയോളജി ഉണ്ട്, അതുപോലെ BSc സൈക്കോളജിയും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ കുറെ കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മളുള്ളത്. അപ്പൊ ഈ ഒരു ക്യാമ്പസിന്റെ വീഡിയോ ആണ് നമ്മൾ ഫുള്ള് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പസിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ വീഡിയോ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ കോളേജും റിവ്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോളേജ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്ത് നോക്കി. കോളേജ് ഭയങ്കര ഇത് കോളേജ് സ്ഥിതി ചെയ്യുന്ന ഈ പാലക്കാട് കോയമ്പത്തൂർ മെയിൻ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അത്രത്തോളം വലിയ നോയ്സ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് നോയ്സ് ഉണ്ട്, തൊട്ടടുത്തൂടെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. അത് കാരണം കോളേജിന്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ട്രെയിനിൽ പോയാൽ കോളേജ് നല്ലതായിട്ട് കാണാമല്ലേ? പിന്നെ നന്നായിട്ടൊരു സീനറി ഇവിടെ കാണാം, നല്ല രീതിയിലുള്ള മരങ്ങളും, പിന്നെ നല്ലൊരു മലയുണ്ട് ഇവിടെ അല്ലേ? അതെ, വലിയൊരു മലയുണ്ട്. പക്ഷെ അത് ക്യാമറ കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും നേരിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. മലയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കോളേജിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഈ നിൽക്കുന്നത് ഇവരുടെ ബി സ്കൂളിന്റെ ബിൽഡിങ്ങിലാണ്. ഇവിടെ എല്ലാ കോഴ്സിനും സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ് വരുന്നത്. നല്ല വലിയ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ കാണുന്ന അതേ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ്. MBA, BBA അങ്ങനെയൊക്കെയുള്ള ക്ലാസ് റൂംസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും ഈ ഒരു ബിൽഡിംഗിലുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിന് എന്തൊക്കെയാണുള്ളത്, ഇവരുടെ ലാബ് ഫെസിലിറ്റീസ്, ക്ലാസ് റൂംസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാണ് ഇവരുടെ സ്മാർട്ട് ക്ലാസ് റൂം വരുന്നത്. അതായത് ആഡ് ഓൺ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂമാണിത്. ക്ലാസ് റൂംസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്ക്രീനും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ അത്യാവശ്യം വേണ്ട എല്ലാ അമ്യൂണിറ്റീസ് ഫെസിലിറ്റീസും കൊടുത്തേക്കും. നല്ലൊരു ക്ലാസ് റൂമാണ് ക്ലാസ് റൂം വരുന്നത്. നല്ല വെന്റിലേഷൻ ഉണ്ട്, നല്ല ലൈറ്റ്. അതെ അതെ. ഇപ്പം നമ്മൾ ആഡ് ഓൺ പ്രോഗ്രാംസ് പറഞ്ഞില്ലേ, ആഡ് ഓൺ പ്രോഗ്രാംസ് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ BCA അതുപോലെ തന്നെ BBA, BCom ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തിൽ തന്നെ ഇവരുടെ ആഡ് ഓൺ പ്രോഗ്രാംസ് BCAയിൽ വരുന്നത് BCA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, പ്രോസസ് ഓട്ടോമേഷൻ, അതുപോലെ ഗെയിം ഡെവലപ്മെൻറ്റ്. പിന്നെ BBAയിൽ വരുമ്പോഴത്തേക്ക് BBAയിൽ ബിസിനസ് അനലിറ്റിക്സ് വരുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ട്, ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് ഉണ്ട്. അതുപോലെ BComൽ ACCA, അതുപോലെ CMA ഇന്ത്യയും, അതുപോലെ CMA USA, അതുപോലെ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സും, GST യൂസിങ് ആൻഡ് ടാലി. അങ്ങനെ ഒരുപാട് ആഡ് ഓൺ പ്രോഗ്രാംസ് വരുന്നൊരു കോളേജാണ് ഈ ഒരു കോളേജ് എന്ന് പറയുന്നത്. അതുപോലെ ഇവരുടെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, മെയിനായിട്ട് ഇവരുടെ സർട്ടിഫിക്കേഷൻസ് BBAക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ IIT പാലക്കാടാണ്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാടാണ് ഇവിടുത്തെ BBAക്കുള്ള സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൂടാണ്ട് തന്നെ ASAPന്റെ സർട്ടിഫിക്കേഷൻ, AWSന്റെ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗെയിം ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ യൂണിറ്റി എന്ന് പറയുന്ന വേൾഡിൽ തന്നെ ടോപ്പ് മോസ്റ്റ് ഒരു ഗെയിം ഡെവലപ്പിംഗ് കമ്പനി ആയിട്ടുള്ള അവരാണ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ACCA, CMA, അതുപോലെ തന്നെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, പിന്നെ IBMന്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ BBAക്ക് ആണെന്നുണ്ടെങ്കിൽ IATയുടെ ഓതറൈസ്ഡ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സസിൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻക്വയറീസ് വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ ഓരോ കോഴ്സിനെ പറ്റി കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ആവറേജ് ഇവിടെയുള്ള കോഴ്സസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കോളേജിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഗേൾസിന്റെ ഹോസ്റ്റൽ വരുന്നത്. ഇപ്പൊ നമ്മൾ ആ ബി സ്കൂളിന്റെ പുറകിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ ബാക്കി എല്ലാ ബിൽഡിങ്സിൽ നിന്നും അവർക്ക് ആക്സസ് പോലെ എന്നുള്ള രീതിയിൽ ഇവിടെ ഇങ്ങനെ വഴി വന്നിട്ട് ഇവിടുന്ന് നേരെ നടന്നു പോകുമ്പോഴാണ് ഗേൾസിന്റെ ഹോസ്റ്റൽ വരുന്നത്. നമുക്ക് കുട്ടികളുടെ ഹോസ്റ്റൽ, ഗേൾസിന്റെ ഹോസ്റ്റൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല, എന്നിരുന്നാലും നമുക്ക് ആ ഏരിയയും കോമ്പൗണ്ടൊക്കെ നമ്മൾ കാണിച്ചു തരാം. സോ ഇവിടാണ് നമ്മളിങ്ങനെ നടന്ന് നേരെ വരുമ്പോൾ ഒരു ചെറിയൊരു പാസേജിൽ കൂടെ നടന്നു വന്നിട്ട് നേരെ ഇതാണ് ഗേൾസ് ഹോസ്റ്റൽ വരുന്നത്. സോ നമ്മൾ കുട്ടികൾക്ക് കോളേജ് കോമ്പൗണ്ടിന് അകത്ത് തന്നെ ആയതുകൊണ്ട് കുട്ടികൾക്ക് നല്ല സൗകര്യമാണ്. ഇതാണ് ഫ്രണ്ട് ഏരിയ വരുന്നത്. ഇവിടെയും നല്ല രീതിയിൽ കുറച്ച് നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിലേക്കാണ് എൻട്രൻസ് വരുന്നത്. നമുക്ക് പെൺകുട്ടികളുടെ ഹോസ്റ്റലായതുകൊണ്ട് നമുക്ക് അകത്ത് കയറി കാണിക്കാൻ പറ്റില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആക്ച്വലി ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പം BSc നമ്മൾ പറയാൻ മെയിനായിട്ട് വിട്ട ഒരു കോഴ്സാണ് BSc കമ്പ്യൂട്ടർ സയൻസ്. അതായത് BSc കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ
AI പ്ലസ് മെഷീൻ ലേണിംഗ് വരുന്ന അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ ഇവിടെ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ പറയത്തില്ല ഗെയിം ഡെവലപ്മെന്റ് ഒക്കെ കുറെ കുട്ടികൾ നോക്കുന്നൊരു, കുറെ കുട്ടികൾക്ക് ഇപ്പൊ ഭയങ്കര ക്രേസ് ആണ് ഗെയിം എന്ന് പറയുന്നത്. പണ്ടും അതെ ഇപ്പോഴും അതെ. അപ്പൊ ആ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ആണ്. അതുപോലെ സർട്ടിഫിക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല നല്ല കമ്പനി, യൂണിറ്റി പോലുള്ള കമ്പനീസ് ആണ് ഗെയിം ഡെവലപ്പിംഗ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് തന്നെ BSc കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ആഡ് ഓൺ കോഴ്സ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡേറ്റാ സയൻസും കാര്യങ്ങളും അവരുടെ ആഡ് ഓൺ കോഴ്സായിട്ട് BSc കമ്പ്യൂട്ടർ സയൻസിലൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാംസ് നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രോഗ്രാംസ് ഉള്ളൊരു ക്യാമ്പസ് തന്നെയാണ് ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്. ഹലോ, രണ്ടുപേരും പേരൊന്ന് പറയോ? ഗോപിക, വർഷ. രണ്ടുപേരും സ്ഥലം പാലക്കാട് തന്നെയാണ്. എന്നും പോയി വരുവാണോ അത്? ഓക്കെ, പോയി വരുവാണ്. നിങ്ങൾ ഏതാണ് കോഴ്സ്? ഏതാണ്? മൈക്രോബയോളജി. ഫസ്റ്റ് ഇയറോ? ഫസ്റ്റ് ഇയർ. എങ്ങനെയുണ്ട് ക്ലാസ്സസ് ഒക്കെ? എങ്ങനെയുണ്ട് ഇവിടെ? നല്ലതാണ്. ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പൊ നമുക്കിപ്പോ ഈ ഒരു ബോർഡറിലാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിലാണോ കൂടുതൽ മലയാളി ടീച്ചേഴ്സ് ആണോ അതോ മലയാളത്തിൽ തന്നെ എടുക്കുന്നത്? മലയാളി ടീച്ചേഴ്സ് ആണോ കൂടുതൽ എടുക്കുന്നത്? ഇംഗ്ലീഷും എടുക്കും, തമിഴ് വേണമെങ്കിൽ തമിഴിലും പറഞ്ഞുതരാം. നന്നായിട്ട് മനസ്സിലാവാറുണ്ടോ? കാര്യം ക്ലാസ്സസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവാറുണ്ട്. ലാബും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല പ്രോപ്പറായി പറഞ്ഞു എത്രത്തോളം ചോദിച്ചാലും പറഞ്ഞുതരും. നമുക്ക് എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ നന്നായിട്ട് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഡേ സ്കോളറാണ്, അല്ലാതെ ഹോസ്റ്റലല്ല. അപ്പം ഇവിടെ എന്താണ് നിങ്ങൾക്ക് ക്യാൻറ്റീനും അങ്ങനെ മെസ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ? അപ്പോൾ ഇടയ്ക്ക് പോയി നല്ല ക്യാൻറ്റീനാണ്. ഓക്കെ. അപ്പോൾ ഓവറോൾ കോളേജ് ഇവിടെ കൾച്ചറൽ ഇവന്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാ പ്രാവശ്യവും ഓണം എല്ലാം അങ്ങനത്തെ പരിപാടികളൊക്കെ നന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പം ഓവറോൾ നിങ്ങൾ ക്യാമ്പസിൽ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പം കൾച്ചറൽ ഇവന്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഫ്രഷേഴ്സ് ഡേ ഒക്കെ കിട്ടിയോ? നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആണല്ലോ, നല്ലതായിരുന്നു. അപ്പം നല്ല ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? അപ്പം പരിപാടിയൊക്കെ ഓക്കെയാണ്, അടിപൊളി പരിപാടിയാണ്. ഓക്കെ. അപ്പോൾ ഓവറോൾ നിങ്ങൾ കോളേജിൽ ഹാപ്പിയാണോ? ക്യാമ്പസ് ലൈഫും കാര്യങ്ങളൊക്കെ, കാരണം നല്ല ഏരിയ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഓരോ കോഴ്സിനും ഓരോ ബിൽഡിംഗ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇത് BArcന് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ ഉള്ള ക്ലാസ് റൂംസ് എന്ന് വെച്ചാൽ BArcന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ BCയുടെ കമ്പ്യൂട്ടർ ലാബും കാര്യങ്ങളും ഈ ഒരു ബിൽഡിംഗിൽ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ക്ലാസ് റൂമും ലാബ് ഫെസിലിറ്റിയും നോക്കാം. ബിൽഡിംഗ് ഒക്കെ അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അത് ആർക്കിടെക്ചറിന്റെ ആയതുകൊണ്ട് എന്തായാലും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി വേണമല്ലോ. അതെ, ഇത് ഇവരുടെ ഒരു കമ്പ്യൂട്ടർ ലാബാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ലാബ് നോക്കുന്നത് ഈ ഒരു ബിൽഡിംഗ് ടോട്ടലി റൗണ്ട് ഷേപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലാബ് ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ BArcനും അതുപോലെ തന്നെ MArcനും വേണ്ടിയിട്ട് മാത്രമുള്ള ലൈബ്രറി. ഇത് നല്ലൊരു ലൈബ്രറിയാണ്. ആ ഒരു ആർക്കിടെക്ചറിനുള്ളിലായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പായിട്ട് തോന്നിക്കുന്നു. പിന്നെ കുട്ടികൾ ചെയ്ത കുറച്ച് വർക്ക്സും കാര്യങ്ങളും നമുക്ക് ആ സൈഡിൽ ഉരുപ്പുണ്ട്. കാരണം BArcനുള്ള പ്രൊജക്ട്സും കാര്യങ്ങളും ഈ ബിൽഡിംഗ് വർക്ക്സ് ഒക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന അങ്ങനെയൊക്കെയുള്ള വർക്ക്സും കാര്യങ്ങളും നമുക്ക് അവിടെ സൈഡിലായിട്ട് കാണാം. ലൈബ്രറിയും ഒരു 2000+ ബുക്സ്, അതായത് BArcനും MArcനും വേണ്ടി മാത്രമുള്ള ബുക്സും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മളോടുള്ളത് ഇവിടുത്തെ ആർക്കിടെക്റ്റിന്റെ 3rd ഇയർ സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു റിവ്യൂ നമുക്ക് ചോദിക്കാം. പേരെങ്ങനെയാ മോളുടെ? എൻ്റെ പേര് അദീല. സ്ഥലം? കോഴിക്കോട്. പ്രോപ്പർ കോഴിക്കോട് തന്നെ? അല്ല, ഫറൂഖില. ഓക്കെ. ഇവിടെ? എൻ്റെ പേര് റിച്ചു, ഞാൻ കന്യാകുമാരി. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ 3rd ഇയർ അല്ലേ ഇവിടെ? എങ്ങനെയുണ്ട് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ക്യാമ്പസിൽ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവാറുണ്ടോ? എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണോ അതോ? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ്. ഓക്കെ. അക്കാഡമിക്സിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഓക്കെ. ലാബ് ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട്? ഓക്കെ. ലൈബ്രറി ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്സ് എല്ലാം ഉണ്ട്. ഓക്കെ. നിങ്ങൾ എങ്ങനെ ഹോസ്റ്റൽ എവിടെയാ? ഹോസ്റ്റലിലായിരുന്നു ഇതുവരെ സ്റ്റേ ചെയ്തത്. ഓക്കെ. PG ആണ്. ഓക്കെ. ഹോസ്റ്റലിൽ എങ്ങനെയുണ്ട്? നിന്ന സമയത്തൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. ഇപ്പം നമുക്ക് മെനു ഒന്നും ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ ചേഞ്ച് അക്കോർഡിംഗ്. ആണോ? ഓക്കെ. ട്രാവലിംഗ് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടോ? ഇവിടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് വീട്ടിൽ നാട്ടിലോട്ട് പോകാൻ എങ്ങനെയാണ് ട്രാവലിംഗ്? ഇവിടുന്ന് KSRTC കിട്ടും. ഓക്കെ. അതായത് ഇതൊരു തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത്, എന്നാൽ തന്നെ പാലക്കാട് അല്ലെങ്കിൽ നമ്മുടെ കേരള ബോർഡറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ പഠിക്കുന്ന ഒരു ഫീലാണോ തോന്നുന്നത് അതോ അതർ സ്റ്റേറ്റിൽ വന്ന് പഠിക്കുന്ന ഫീലാണോ തോന്നുന്നത്? വേറെ സ്റ്റേറ്റിൽ പോയി പഠിക്കുന്ന ഫീലാണ് വരുന്നത്. ഓക്കെ. താങ്ക് യു. നമ്മളോടുള്ളത് ഇവിടുത്തെ ഫസ്റ്റ് ഇയർ BC ആൻഡ് BBA സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവരുടെ ഒരു റിവ്യൂ ചോദിക്കും. ഇവരിങ്ങനെ കോറിഡോറിൽ നടന്നു പോയപ്പോഴത്തേക്ക് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തവരാണ്.
അപ്പോൾ മോളുടെ പേരെങ്ങനെയാ? സ്വപ്ന ജസ്മിൻ. സ്ഥലം എവിടെയാ? സ്ഥലം പറളി, പാലക്കാട്. പാലക്കാട് തന്നെ. മോളോ? വിഷ്ണുപ്രിയ. സ്ഥലം പാലക്കാട് തന്നെ. അശ്വതി. പാലക്കാട്. അപ്പോൾ നിങ്ങളെല്ലാം ഡെയിലി വന്നു പോവാ അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് നിങ്ങൾ വന്നിട്ട് കോളേജിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കോളേജ്? കോളേജ് രസമാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്ലിയാണ്, എല്ലാവരും ഫ്രണ്ട്ലിയാണ്. ഡെയിലി നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഷെഡ്യൂളായിട്ട് പോകുന്നുണ്ട്. അതിനനുസരിച്ച് എൻജോയ്മെന്റും ഉണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞല്ലേ ഉള്ളൂ? എങ്ങനെയുണ്ട് സെമസ്റ്റർ റിസൾട്ട് ഒക്കെ വന്നിട്ട് എങ്ങനെയുണ്ട്? എല്ലാവരും പാസ് ആണല്ലേ? ഗുഡ് മാർക്സ് ആണ്. ഓക്കെ. ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്നത് മനസ്സിലാവാറുണ്ട്? ഓക്കെ. എങ്ങനെയുണ്ട് ഫാക്കൽറ്റീസ് ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആണോ? ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം പറഞ്ഞു തരും. ക്ലിയർ ആയില്ലെങ്കിലും ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ആയിട്ട് പറഞ്ഞു എത്ര തവണ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ. നിങ്ങളുടെ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാറുണ്ടോ സ്റ്റഡീസിൽ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഡെയിലി സ്കോളർ ആയതുകൊണ്ട് വീട്ടിൽ ഇവിടുന്ന് കോളേജ് ബസ് ഉണ്ടല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ എത്ര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് വീട്ടിലോട്ട് വരുന്നത്? എനിക്കൊരു 45 മിനിറ്റ്സ്. ഓക്കെ. ഡെയിലി മോർണിംഗ് ടോട്ടലാണോ അതോ? മോർണിംഗ് 45, ഈവനിംഗ് 45. ഓക്കെ. പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കോളേജിൽ? പ്രോഗ്രാംസ് കുഴപ്പമില്ല. ഇനി പ്രോഗ്രാംസ് കൾച്ചറൽസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു കോളേജിനകത്ത് തന്നെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്, കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരോട്ടൊക്കെ നിങ്ങൾ കമ്പനിയാണോ അതോ? സീനിയേഴ്സും ആർക്കും എല്ലാവരുമായിട്ട് മിക്സപ്പ് ആയിട്ടായിരിക്കും പ്രോഗ്രാംസ് വരുന്നത്. ഓക്കെ. 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 താങ്ക് യു. അപ്പോൾ നമ്മൾ കോളേജ് എല്ലാം കറങ്ങി കണ്ടു, നല്ല കുഴഞ്ഞു. അപ്പം കോളേജിന്റെ ഫൈനൽ റിവ്യൂ നമുക്ക് പറഞ്ഞോട് എന്തൊക്കെ കണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ക്ലാസ് റൂംസും കാര്യങ്ങളും അതുപോലെ ലാബും ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ് അല്ലേ? ഇൻഫ്രാസ്ട്രക്ചർ വൈസ് കുഴപ്പമില്ല. പിന്നെ ഫാക്കൽറ്റീസ് ഒക്കെ അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് കണ്ടെത്തോളം മനസ്സിലാക്കിയത്. പിന്നെ അതുപോലെ ലാബ് ഫെസിലിറ്റീസ് ഒക്കെ കുഴപ്പമില്ല. പിന്നെ ഇത് കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഈ വർഷത്തേക്കുള്ള റിനോവേഷൻ വർക്കും കാര്യങ്ങളും പല സ്ഥലത്ത് നടക്കുക, പല ലാബുകളുടെയൊക്കെ റിനോവേഷൻ നടക്കുന്ന കാരണം നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ക്യാമ്പസ് വലുതാണ്. ക്യാമ്പസ് വലിയ ക്യാമ്പസ്, കാര്യം ഇത്രയധികം കോഴ്സസ് ഉള്ളത് കാരണം അത്യാവശ്യം നല്ല ക്യാമ്പസാണ്. കാര്യം ഓരോ ചില ക്യാമ്പസുകൾ പോലെ അല്ല, ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ബിൽഡിങ്സ് തന്നെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ആചാര്യയിൽ ഈസ്റ്റ് പോയിന്റിലൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് കണ്ടത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആചാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്നാലും ഏകദേശം എല്ലാ അവിടെ ഉള്ള ഓൾമോസ്റ്റ് കോഴ്സസ് എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ രണ്ടിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ ഒരു ഹൈ റേഞ്ചിൽ പഠിക്കേണ്ട കോഴ്സസ് ഇവിടെ ഒരു അഫോർഡബിൾ ബഡ്ജറ്റിൽ പഠിക്കാൻ പറ്റും. പിന്നെ കുട്ടികളെ സംസാരിച്ചിട്ട് എല്ലാവരും ഹാപ്പിയാണ്, അക്കാഡമിക്കലി ഹാപ്പിയാണ്. പിന്നെ പ്രോഗ്രാംസ് ആവറേജ് പ്രോഗ്രാംസ് ആണ് ഉള്ളത്. എന്നാൽ ഈ വർഷം കുറെ കൂടി പുതിയ പ്രോഗ്രാംസ് കൂടെ കൊണ്ടുവരുന്നതാണ് മാനേജ്മെന്റായിട്ട് സംസാരിച്ച് മനസ്സിലായത്. എന്നാലും അഫോർഡബിൾ ബഡ്ജറ്റിൽ അതും നമ്മുടെ കേരളത്തിനോട് അടുത്ത് വന്ന് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു കോളേജായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണിത്. അപ്പോൾ ഈ ഒരു കോളേജിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സും അതുപോലെ തന്നെ കുറേയൊക്കെ കോഴ്സസ് ഞങ്ങൾ വീഡിയോയിലൂടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ കോഴ്സസ് ഉള്ളതെന്ന് കൂടുതലായിട്ട് അറിയാനായിട്ട് അതിന്റെയൊക്കെ ഡീറ്റെയിൽസിനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ.